അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല എളുപ്പത്തിലൊരു ചില്ലി ചിക്കനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം. ഞാൻ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിനാവശ്യത്തിനായിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അല്പം മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, അല്പം ഗരം മസാല, കോൺഫ്ലവർ, പിന്നെ ഒരു നാരങ്ങയുടെ നീര്, ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കണം. മാരിനേറ്റ് ചെയ്ത് എത്ര നേരം വെച്ചിരുന്നാലും ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ കേട്ടോ. ഇത് നമുക്ക് ഡീപ്പ് ഫ്രൈ ചെയ്യണം, ഷാലോ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അല്പം വെജിറ്റബിൾ ഓയിലിൽ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരുപാട് ഇതിന് കിടന്ന് വേവേ വേണ്ട, നമ്മൾ കുറച്ചൊന്ന് ജസ്റ്റ് ലൈറ്റായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മതി. അപ്പോൾ എല്ലാം എടുത്തു വച്ചിരിക്കുന്ന എല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ഈ ഓയിൽ തന്നെ ബാക്കിയുള്ള സ്റ്റെപ്പുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഓയിൽ തന്നെ മതി, വേറെ ഓയിലിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് 2 സവാളയും 2 ക്യാപ്സിക്കവും 1 തക്കാളിയും 3-4 വെളുത്തുള്ളി, 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ക്യൂബായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇതെല്ലാം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഹൈ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാൻ. തീ കുറച്ച് വെക്കേണ്ട കാര്യമില്ല. ചട്ടി വെച്ച് ഈ ഓൾറെഡി ഫ്രൈ ചെയ്ത ഓയിലിനകത്തുനിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം പച്ചമുളകും വെളുത്തുള്ളിയും ഒന്ന് മൂപ്പിച്ചെടുക്കാം. അത് മൂത്ത് വന്നതിന് ശേഷം ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും ക്യാപ്സിക്കവും അല്പം ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ആ ഹൈ ഫ്ലെയിമിൽ തന്നെ കിടന്നത് വേവണം. അതിലേക്ക് നമ്മൾ തക്കാളി ആഡ് ചെയ്യണം. ഉപ്പൊന്ന് നോക്കിക്കൊള്ളേ. തക്കാളിയൊക്കെ ആഡ് ചെയ്ത് അത് നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് 2 ടേബിൾ സ്പൂൺ സോയാ സോസ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കെച്ചപ്പും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ചിക്കനും നന്നായിട്ട് മിക്സ് ചെയ്ത് കച്ചപ്പും ആഡ് ചെയ്ത് 2 ടീസ്പൂൺ കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കി ഇതിനകത്തോട്ട് ഞാൻ ഒഴിക്കുന്നുണ്ട്. അതുപോലെ അല്പം ചൂടുവെള്ളവും ആഡ് ചെയ്യുന്നുണ്ട്. ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഈ കോൺഫ്ലവർ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു കുറുകിയ ഗ്രേവി നമുക്കതിനകത്ത് നിന്ന് കിട്ടും. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും, പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് കമൻറ്റ് ഇടണം കേട്ടോ. പിന്നെ ഞാൻ റെഡിയാക്കുന്നത് ഒരു ബ്രെഡാണ്. കുറേ നാളത്തെ ഒരു പരീക്ഷണത്തിന് ശേഷം അത് റെഡി ആയതുകൊണ്ട് ഞാനിതിലോട്ടൊന്ന് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോയുടെ കൂടെ ഞാനിത് ചേർത്തത്. ശരിക്കും പറഞ്ഞാൽ ഈ ബ്രെഡൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഇതിലത്തെ മെയിൻ ഐറ്റം എന്ന് പറഞ്ഞാൽ ഇതിൽ കുഴയ്ക്കുക, അതായത് നീഡിങ് പ്രോസസ്സാണ് ഏറ്റവും മെയിൻ. ആ നീഡിങ് പ്രോസസ്സിലാണ് ഇതിൻ്റെ എല്ലാം ആ സോഫ്റ്റ്നെസ്സും ആ ടേസ്റ്റും എല്ലാം ഇരിക്കുന്നത്. നമ്മൾ പെട്ടെന്നൊന്ന് ജസ്റ്റ് ഒന്ന് ഇതെല്ലാം കൂടെ കുഴച്ചൊന്ന് മയമായി കഴിയുമ്പോൾ തന്നെ നമ്മളിത് നിർത്താറുണ്ട്. ശരിക്കും ആദ്യമൊക്കെ എനിക്ക് അങ്ങനെയാണ് പറ്റിയിട്ടുള്ളത്, അങ്ങനെ നിർത്തിവെക്കും. അപ്പം ഭയങ്കര നമ്മൾ ബേക്ക് ചെയ്തെടുത്ത് കഴിയുന്ന സമയത്ത് ഭയങ്കരമായിട്ട് കട്ടിയായിട്ടിരിക്കും. ഇത് ഞാൻ എയർ ഫ്രയറിലാണ് ചെയ്തത് കേട്ടോ. വളരെ എളുപ്പമാണ്. ആ നീഡിങ് പ്രോസസ്സ് ഒന്ന് കറക്റ്റ് ആയാൽ മതി. ശരിക്കും ഇതിങ്ങനെ നമ്മൾ ഇങ്ങനെ തന്നെയാണ് ആദ്യം ഞാൻ കുഴച്ചുകൊണ്ടിരുന്നത്. ഇങ്ങനെയല്ല, ഇത് കുഴച്ച് നന്നായിട്ട് ഇത് വലിഞ്ഞ് നമുക്ക് അപ്പത്തൊരു ട്രാൻസ്പെറൻസി ഫീൽ ചെയ്യണം. അതുപോലെ കുഴച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. എയർ ഫ്രയർ ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. അല്ലാതെ നമുക്ക് വലിയ കട്ടിയുള്ള ചരുവം വെച്ചിട്ട് ചെറിയ തീയിലിട്ട് നമുക്കങ്ങനെ അടച്ച് വെച്ച് വേവിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഞാൻ അങ്ങനത്തെ രീതിയിൽ ട്രൈ ചെയ്യാൻ പോയില്ല, എനിക്ക് എയർ ഫ്രയറിനകത്ത് തന്നെ ഞാൻ ചെയ്തെടുക്കുമായിരുന്നു. ഇത് 4 കപ്പ് മൈദയ്ക്കകത്ത് ഞാൻ 2 ലോഫ് ബ്രെഡാണ് ഉണ്ടാക്കിയത്. നല്ല സോഫ്റ്റ് ആൻഡ് എന്താ പറയുന്നത്, ശരിക്കും കുറേ ട്രൈ ചെയ്തിട്ട് റെഡിയായ ഒരു സാധനമായിരുന്നു കേട്ടോ. വെച്ചാൽ ബ്രെഡിൻ്റെ ട്രേ ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെ ഒരു അനുസരിച്ചാണ് ഒരു ഷേപ്പ് കിട്ടിയത്. എന്നിരുന്നാലും കുഴപ്പമില്ല, നല്ല സോഫ്റ്റ് ബ്രെഡായിരുന്നു. എയർ ഫ്രയറൊക്കെ ഉള്ളവർക്ക് ഇത് നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്ത് നല്ല അടിപൊളി ബ്രെഡ് നമുക്ക് ഉണ്ടാക്കാം. ഇതിൻ്റെ റെസിപ്പി വേണ്ടവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ.